തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം പലരുടെയും വാട്സപ്പിനകത്ത് ലഭിച്ചിട്ടുള്ള ഒരു മെസ്സേജ് ഉണ്ടാവും. എനിക്ക് ഇന്ന് രാവിലെയാണ് അതിൻ്റെ ആ ഒരു മെസ്സേജ് വാട്സപ്പിനകത്ത് ലഭിക്കുന്നത്. തുടങ്ങുന്നത് ഇപ്രകാരമാണ്. അതായത് കണ്ണൂർ ജില്ലയിൽ തന്നെ SDPI ജയിക്കുമ്പോൾ CPIM ദയനീയമായ 3ാം സ്ഥാനത്തേക്ക് പോകുന്ന അദ്ഭുത പ്രതിഭാസത്തിൻ്റെ പേരാണ് മതേതരത്വം. അത് തുടങ്ങി താഴോട്ടേക്ക് പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും പല വാർഡുകളുടെയും വോട്ട് കണക്കുകളൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽപ്പെട്ട മുഴപ്പിലങ്ങാട് പഞ്ചായത്തിൽ CPIM സഹായത്താൽ മലക്ക് താഴെ പാച്ചാക്കര എന്നീ വാർഡുകൾ SDPI ജയിച്ചില്ലായിരുന്നുവെങ്കിൽ അവിടെ UDF ഭരണം വന്നേനെ. ഇരിട്ടി മുനിസിപ്പാലിറ്റിയിൽ CPIM സഹായത്താൽ SDPI 3 ജയിച്ചില്ലായിരുന്നുവെങ്കിൽ അവിടെയും UDFന് ഭരിക്കാമായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് കേരളത്തിൽ CPIM പറയുന്ന ചുവപ്പ് ഉണ്ടായതെന്നറിയാൻ കണ്ണൂർ ജില്ലയിലെ മാത്രമുള്ള ഈ കണക്ക് ഉപകരിക്കുമെന്ന് കരുതുകയാണ്. മഹാരാജാസിലെ അഭിമന്യുവിനെയും തലശ്ശേരിയിലെ ഫസലിനെയും നമുക്ക് മറക്കാം. ഇവരെ തന്നെ വിളിക്കുന്നത് മതേതരർ എന്നാണ്. ആരോ ക്രിയേറ്റ് ചെയ്തപ്പെട്ട് വാട്സപ്പിലേക്ക് തള്ളിയ ഒരു മെസ്സേജാണ് എന്ന് നിങ്ങൾ കരുതിയെങ്കിൽ അതങ്ങനെയല്ല. ഇതിൻ്റെ പുറകിൽ കൃത്യമായും UDFൻ്റെയോ BJPയുടെയോ IT സെല്ലാണെന്ന് വ്യക്തമായി പറയാം. ഇനി ഇതിൻ്റെ തെളിവുകൾ നിരത്തുകയാണ്. അവർ പറഞ്ഞിരിക്കുന്ന ചില പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളുമുണ്ട്. അതിലൊന്ന് ഇരിട്ടിയാണ്. ഇരിട്ടി മുനിസിപ്പാലിറ്റിയെ നടുവനാട്, അതുപോലെ തന്നെ കൂരൻമുക്ക് തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് നടുവനാട് സംഭവിച്ചിരിക്കുന്നത്? 2015 നിന്നും 2020 പോകുമ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളൊരു പരിശോധനയാണ്. നമുക്ക് നടുവനാട്ടെ ആ വാർഡിൻ്റെ ഒന്ന് കണക്കെടുക്കാം. 2015 2020 നടുവനാട്ട് CPM 2015 മത്സരിപ്പിച്ചത് E മനോഹരൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. 2020 ശ്രീഷ്മ എന്ന് പറയുന്ന ഒരു യുവതിയെയും. അങ്ങനെ രണ്ട് സമയത്തും 2015 2020 അവിടെ 3ാം സ്ഥാനത്താണ് CPIM അല്ലെങ്കിൽ LDF എന്ന് പറയുന്നത്. 2015 അവിടെ ജയിച്ചിരുന്നത് UDF ആണെന്ന് പ്രത്യേകം ഓർമ്മ വേണം. ഇത്തവണ അവിടെ ജയിച്ചിരിക്കുന്നത് SDPI ആണ്. കോൺഗ്രസിന്റെ സിറ്റിംഗ് വാർഡ് SDPI പിടിച്ചെടുത്തു എന്ന് പറയാം. 3ാം സ്ഥാനത്തിരുന്ന CPIM അതേപടി തന്നെ നില തുടരുന്നുമുണ്ട്. ഇനി ഇതിലെ വോട്ട് കണക്കുകൾ നോക്കുകയാണെങ്കിൽ 2015 LDF സ്ഥാനാർത്ഥി കിട്ടിയത് 130 വോട്ടുകളാണ്. 2020 ആകുമ്പോഴത് 107 കുറഞ്ഞു. 104 കുറയുന്നു. 104 കുറഞ്ഞോട്ടെ, കുഴപ്പമില്ല. അവിടെ BJPക്ക് എത്ര വോട്ടുണ്ടാവും? BJPയുടെ വോട്ടാണ് 2015 8ഉം 2020 7ഉം. അപ്പോൾ CPIMൻ്റെ വോട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ കുറഞ്ഞിരിക്കുന്നത് കേവലം 26 വോട്ടുകളാണ്. ആ 26 വോട്ടുകൾക്കാണോ SDPI അവിടെ വിജയിച്ചിരിക്കുന്നത്? കഴിഞ്ഞ തവണ UDF വിജയിച്ചിരിക്കുന്ന 42 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ നിന്ന് ഇത്തവണ ആടെ SDPI വിജയിച്ചിരിക്കുന്നത് 80ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ്. കറക്റ്റായി പറഞ്ഞാൽ 79 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ. അപ്പോൾ അവിടെ നടന്നിരിക്കുന്നതാണ് LDFൻ്റെ ഈ വോട്ടുകൾ മുഴുവൻ SDPI കൊണ്ടുപോയി എന്നുള്ളതാണോ? നേരെ മറിച്ച് കോൺഗ്രസ് ഭരിച്ചിരുന്നൊരു വാർഡ് എങ്ങനെയാണ് SDPI പിടിച്ചെടുത്തത് എന്നുള്ള വിശകലനമല്ലേ ശരിക്ക് നടുവനാട് ഇരിട്ടി മുനിസിപ്പാലിറ്റിയിൽ അവർ നടത്തേണ്ടത്. ഇനി നടുവനാട് കഴിഞ്ഞു, അടുത്തതിലേക്ക് പോകാം. നരയമ്പാറയാണ്. നരയമ്പാറയും ഇരിട്ടി മുനിസിപ്പാലിറ്റിയിലെ ഒരു വാർഡാണ്. അവിടെ 2015 വിജയിച്ചത് ലീഗിൻ്റെ സ്ഥാനാർത്ഥിയാണ്. അന്ന് CPIM അവിടെ 4ാം സ്ഥാനത്തായിരുന്നു. 2020 അവിടെ വിജയിക്കുന്നത് SDPIയുടെ സ്ഥാനാർത്ഥിയാണ്. വിജയിച്ച SDPIക്കും പിറകിൽ IUMLൻ്റെ പിറകിൽ 3ാം സ്ഥാനത്ത് തന്നെയാണ് ഇത്തവണയും CPIM കിടക്കുന്നത്. അതായത് 4ാം സ്ഥാനത്തായിരുന്ന CPIM 3ാം സ്ഥാനത്തേക്ക് ഒന്ന് മെല്ലെ കയറിയിട്ടുണ്ട്. ഇനി അവിടെ നടന്നിരിക്കുന്നത് എന്താ? ലീഗിൻ്റെ, അതായത് UDFൻ്റെ സിറ്റിംഗ് വാർഡ് തന്നെയാണ് അവിടെയും SDPI പിടിച്ചെടുക്കപ്പെടുന്നത്. ഇവിടെ CPIMന് വോട്ട് നഷ്ടം ഒന്നുപോലും ഉണ്ടാകുന്നില്ല. 2015 CPIM സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത് ശ്രീമതി രജനി KR ആണ്. അവർക്ക് കിട്ടിയിരിക്കുന്ന വോട്ട് 59 2020 ഇതേ സ്ഥലത്ത് മത്സരിക്കുന്നത് സിറാജ് MV എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന വോട്ടും 59 തന്നെയാണ്. ഒരു വോട്ടിൻ്റെ പോലും വ്യത്യാസം അവിടെ ഉണ്ടാകുന്നില്ല. കഴിഞ്ഞ വോട്ടുകൾ അതേപടി CPIM നിലനിർത്തി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ കൃത്യമായിട്ടും ഉണ്ടായിരിക്കുന്ന വ്യത്യാസം എന്താണ്? 2015 അവിടെ ലീഗിന് പുറമെ വെൽഫെയർ പാർട്ടിയും മത്സരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെൽഫെയർ പാർട്ടി മത്സരിച്ചപ്പോൾ അവർക്ക് തനിച്ച് 171 വോട്ടുകൾ അവിടെ നിന്ന് നേടാൻ വേണ്ടി കഴിഞ്ഞു. ഇത്തവണ SDPIക്ക് കിട്ടിയത് 467 വോട്ടുകളാണ്. ആ 467 വോട്ടുകൾ കഴിച്ചാൽ
അതിനകത്ത് വന്നിരിക്കുന്ന മാറ്റം എന്താണ്? 2015 BJP മത്സരിക്കാതിരുന്നിട്ട് കൂടി CPM ആകെ ലഭിച്ചത് 59 വോട്ടുകൾ മാത്രമാണ്. അത് 2020 കിട്ടിയിട്ടുണ്ട്. 2020 BJP മത്സരിച്ചപ്പോൾ അവർക്ക് കിട്ടിയ 17 വോട്ടുണ്ട്. ആ 17 വോട്ട് 2015 ആർക്ക് വേണ്ടി മറിച്ചു എന്നുള്ളതൊരു ചോദ്യചിഹ്നമായിട്ട് അവിടെ നിൽക്കണ്ടേ? പിന്നെ എങ്ങനെയാണ് CPM ആണ്, ഈ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന CPM ആണ് 2020 SDP വാർഡ് പിടിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിറവേറ്റി കൊടുത്തത് എന്ന് എങ്ങനെയാണ് പറയാൻ സാധിക്കുക? ഇത് ഇരിട്ടിയിലെ 2 വാർഡുകൾ കഴിഞ്ഞു. ഇനി നമുക്ക് മാട്ടൂൽ പഞ്ചായത്തിലേക്ക് പോകാം. മാട്ടൂൽ പഞ്ചായത്തിൽ സൗത്ത് ജാൽ എന്ന് പറയുന്ന വാർഡാണ്. മാട്ടൂൽ പഞ്ചായത്തിനെ പറ്റി അറിയാവുന്ന ആളുകളുണ്ട് എങ്കിൽ കണ്ണൂർ ജില്ലക്കാർക്ക് എന്തായാലും അറിയാവുന്നതാണ്. UDFന് നല്ല വേരോട്ടമുള്ള, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ ശക്തിദുർഗം എന്ന് വിളിക്കാൻ വേണ്ടി പറ്റാവുന്ന കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പ്രബല പഞ്ചായത്താണ് മാട്ടൂൽ എന്ന് പറയുന്നത്. ഒരുപക്ഷെ കണ്ണൂർ ജില്ലയിലെ മലപ്പുറം എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിച്ചെടുക്കാൻ വേണ്ടി പറ്റാവുന്ന രീതിയിലുള്ളൊരു പഞ്ചായത്ത്. ഭൂരിഭാഗവും മുസ്ലിം ജനവിഭാഗമാണ്. അവരുണ്ടെങ്കിൽ കൂടി അവിടെ ലീഗിനും കോൺഗ്രസിനും ഒഴികെ മറ്റുള്ള പാർട്ടികൾക്ക് കാര്യമായിട്ടുള്ള സ്വാധീനമില്ലാത്തൊരു പഞ്ചായത്ത് കൂടിയാണ്. എന്നാൽ ഇവിടെ പല പ്രാവശ്യവും പ്രതിപക്ഷമില്ലാതിരുന്ന പഞ്ചായത്ത് കൂടിയാണ് മാട്ടൂൽ എന്നത് ഓർമ്മ വേണം. അതിൽ നിന്ന് മാറിയിട്ട് ഇത്തവണ മാട്ടൂലിലും LDFൻ്റെ സാരഥികൾ വിജയിച്ച് വന്നിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. എന്തായാലും ഈ മെസ്സേജിനകത്ത് പറയുന്ന കാര്യം നമുക്ക് നോക്കാം. സൗത്ത് ജാൽ വാർഡ് ശരിയാണ്. കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്തായിരുന്ന CPIM ഇത്തവണ 3ാം സ്ഥാനത്തേക്ക് പോയിട്ടുണ്ട്. ശരി തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. അവിടെ കഴിഞ്ഞ തവണ ഭരിച്ചിരുന്ന അല്ലെങ്കിൽ ആ വാർഡ് കയ്യാളിയിരുന്നത് IUML ആണ്, അതായത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന UDFൻ്റെ ഭാഗമായിട്ടുള്ള പാർട്ടി. ഇത്തവണയോ അവിടെ വിജയിക്കുന്നത് SDP ആണ്. IUMLന് കഴിഞ്ഞ തവണ അവിടെ കിട്ടിയത് 370 വോട്ടുകളാണ്. ഓർമ്മ വേണം, 370 വോട്ടുകൾ. ഇത്തവണ കിട്ടുന്നത് 307 വോട്ടുകളാണ്. 63 വോട്ടിൻ്റെ വ്യത്യാസം. ആ 63 വോട്ടിൻ്റെ വ്യത്യാസം മാത്രമല്ല, കഴിഞ്ഞ തവണ മത്സരിക്കാതിരുന്ന SDP ആണ് അവിടെ വിജയിച്ച് വരുന്നത്. അതും 353 വോട്ടുകൾ നേടി 45ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അവിടെ SDP വിജയിച്ച് വരുന്നതെന്ന് ചുരുക്കം. ഇനി CPIMൻ്റെ വോട്ടുകൾ നോക്കാം. CPIMന് അവിടെ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത് 363 വോട്ടുകളാണ്. അത് 253 വോട്ടുകളായിട്ട് കുറയുന്നു. അതായത് 110 വോട്ടുകളുടെ കുറവുണ്ടായിട്ടുണ്ട്. സത്യം തന്നെയാണ്. BJPക്കാണെങ്കിലോ 58 വോട്ടുകൾ ഉണ്ടായത് 37 വോട്ടുകളായിട്ട് കുറയുന്നു. ഇങ്ങനെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും അവിടെ വോട്ട് കുറഞ്ഞിട്ടുണ്ട്. SDP ഒഴികെയുള്ള ലീഗും അതോടൊപ്പം CPIMൻ്റെയും BJPയുടെയും സ്ഥാനാർത്ഥികൾക്ക് മാട്ടൂൽ സൗത്ത് ജാൽ വാർഡിൽ വോട്ട് കുറഞ്ഞിട്ടുണ്ട്. ഈ വോട്ടുകളെല്ലാം ചേർന്നിട്ടാണോ ഒന്നുകിൽ SDP വന്നത് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എന്നിട്ടും അവിടെ കൂട്ട് LDFന് മാത്രമാണ്. SDP ജയിക്കുന്ന സ്ഥലത്ത് 3ാം സ്ഥാനത്തേക്ക് CPIM പോകുന്നു, CPIM വോട്ട് മറിക്കുന്നു എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം, അങ്ങനെ വേണമെങ്കിൽ പറയാം. ഇനി മാട്ടൂരിലെ മറ്റൊരു വാർഡിലേക്ക് പോവാം. സൗത്ത് മുനമ്പാണ്. സൗത്ത് മുനമ്പിൽ 2015 CPIMോ LDFോ നേരിട്ട് മത്സരിച്ചിട്ടില്ല, സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് നിർത്തിയത്. അന്ന് അവിടെ 3ാം സ്ഥാനത്തായിരുന്നു. ഇത്തവണയും 3ാം സ്ഥാനത്ത് തന്നെയാണ്. അതിൽ തന്നെ കാണേണ്ടത് IUMLന് അവിടെ 2ാം സ്ഥാനത്തായിരുന്നു, അല്ലെങ്കിൽ കഴിഞ്ഞ തവണയും 2ാം സ്ഥാനത്തായിരുന്നു, ഇത്തവണയും 2ാം സ്ഥാനത്താണ്. ഈ 2 തവണയും കഴിഞ്ഞ തവണയും ഇത്തവണയുമായിട്ട് വാർഡ് ഭരിക്കുന്നത് SDP തന്നെയാണ്. അതായത് ഭരണത്തിനകത്ത് യാതൊരു മാറ്റവും വന്നിട്ടില്ല എന്ന് തന്നെ ചുരുക്കം. പിന്നെ ഇവിടെയും എങ്ങനെയാണ് LDF ആണ് SDP വിജയിപ്പിച്ചത് അല്ലെങ്കിൽ CPM ആണ് വിജയിപ്പിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാദത്തിന് പ്രസക്തിയുള്ളത്? അവർ ഭരിച്ചിരിക്കുന്ന ഒരു വാർഡ് അവർ തന്നെ വീണ്ടും അവിടെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അതിലെന്താണ് അതിശയം? അവരുടെ വാർഡ് നിലനിർത്തി എന്നതിനപ്പുറത്തേക്ക് ഈ വോട്ടുകളുടെ കണക്കെടുക്കുകയാണെങ്കിൽ 646 വോട്ടുകളാണ് കഴിഞ്ഞ തവണ SDPക്ക് ഉണ്ടായിരുന്നത്. അത് 784 വോട്ടുകളായി വർദ്ധിപ്പിച്ചു. ഏകദേശം 120 വോട്ടുകളുടെ അടുത്ത് വർധനവുണ്ടായി. ലീഗിനുണ്ടായിരുന്നത് 531 വോട്ടുകളാണ്. അതും ഇത്തവണ വർദ്ധിപ്പിച്ചിട്ടുണ്ട് 682 വോട്ടുകളായിട്ട്. അതും ക്രമാനുഗതമായിട്ടുള്ള വലിയ ഒരു വർധനവ് 2 പാർട്ടികൾക്കും ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. ഇവിടെ BJPയോ വെൽഫെയർ പാർട്ടിയോ മത്സരിച്ചിട്ടില്ല എന്നുള്ളത് കൂടി ശ്രദ്ധേയമായിട്ടൊരു വസ്തുതയാണ്. ഇത് സൗത്ത് മുനമ്പിലെ അവസ്ഥ. ഇനി മാട്ടൂൽ നോർത്തിലേക്ക് പോകാം. മാട്ടൂൽ നോർത്തിൽ കഴിഞ്ഞ തവണ CPIM മത്സരിച്ചിട്ടില്ല, LDF സ്വതന്ത്രമാണ് അവിടെ മത്സരിച്ചിരിക്കുന്നത്. ഇത്തവണ CPIM നേരിട്ട് മത്സരിക്കുന്നു. മാട്ടൂലിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. കാരണം മാട്ടൂൽ എന്ന് പറയുന്നത് വളരെയധികം ലീഗിൻ്റെ ശക്തി ദുർഗമെന്ന് പറയാൻ വേണ്ടി പറ്റാവുന്ന ഒരു സ്ഥലം തന്നെയാണ്. അവിടെ കഴിഞ്ഞ തവണ
വിജയിച്ചത് ലീഗാണ്. 2015 358 വോട്ടുകൾ നേടി അവിടെ വിജയിച്ചു വന്നത് UDF ആണ്, ലീഗാണ്. ഇത്തവണ അവിടെ 534 വോട്ടുകൾ നേടിയിട്ട് വിജയിച്ചു വന്നത് SDP ആണ്. ലീഗിൻ്റെ സിറ്റിംഗ് വാർഡ് SDP പിടിച്ചെടുക്കപ്പെട്ടിരിക്കുന്നു. എന്താണ് വ്യത്യാസം? SDP-യുടെ 322 വോട്ട് എന്നുള്ളത് ഇത്തവണ അവർ 534 വോട്ടുകളാക്കി വർദ്ധിപ്പിക്കുന്നു. 210 വോട്ടുകൾക്ക് അടുത്ത് വർധനവ്, 212 വോട്ടുകളുടെ വർധനവ് എന്ന് വേണം കറക്റ്റായിട്ട് പറയാം. അതോടൊപ്പം ലീഗിൻ്റെ വോട്ടുകൾ 358 ആയത് 429 വോട്ടുകളായിട്ട് അവരും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം LDF സ്വതന്ത്രനായി നിന്നിട്ട് 149 വോട്ട് കിട്ടിയ സ്ഥലത്ത് CPIM-ൻ്റെ ചിഹ്നത്തിൽ മത്സരിച്ചിട്ട് ആകെ കിട്ടിയ 91 വോട്ടാണ്. പറഞ്ഞത് ഓർമ്മയിൽ വേണം, മാട്ടൂലാണ് CPIM-ന് കാര്യമായ സ്വാധീനമൊന്നുമില്ലാത്ത പ്രദേശം. LDF-ൻ്റെ ചിഹ്നമായ അല്ല CPIM-ൻ്റെ ചിഹ്നമായിട്ടുള്ള അരിവാൾ ചുറ്റിക നക്ഷത്രം കണ്ടു കഴിഞ്ഞാൽ ആളുകൾ വോട്ട് കുത്തുക പോലും ചെയ്യാത്തൊരു സ്ഥലം. അവിടെയാണ് ഇതുണ്ടായിരിക്കുന്നത്. യാതൊരു വിധത്തിലുള്ള ഭരണമാറ്റമോ ഒന്നും ഉണ്ടായിട്ടില്ല. ഉണ്ടായിരിക്കുന്നത് അവിടെ നടന്നിരിക്കുന്ന സംഭവം ലീഗിൻ്റെ സിറ്റിംഗ് വാർഡ് SDP പിടിച്ചെടുത്തതാണ്. അതിൽ ഇവിടെ നഷ്ടം വന്നിരിക്കുന്ന 50 വോട്ടുകൾ LDF-ൻ്റെ സ്വതന്ത്രൻ മത്സരിച്ചപ്പോൾ നേടിയിട്ടുള്ള 149 നിന്ന് CPIM നേരിട്ട് മത്സരിച്ചപ്പോൾ 91 വോട്ടുകളാണ് അവിടുന്ന് ലഭിച്ചത്. ഈ പറയുന്ന 50 വോട്ടുകൾ ആർക്ക് പോയി എന്നാണ് ഇവിടെ ലീഗുകാർ അല്ലെങ്കിൽ UDF-കാർ പറഞ്ഞ് ഫലിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്നത്. എന്നിട്ടും ഇവിടെ 50 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലല്ല അവിടെ ജയിച്ചിരിക്കുന്നത്. 115 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ്. ഇവിടെയും കാര്യം വ്യക്തമാണ്, LDF-ൻ്റെ വോട്ട് കൊണ്ടല്ല SDP വിജയിച്ചിരിക്കുന്നത് എന്ന്. അടുത്തത് മുഴക്കുന്ന് പഞ്ചായത്തിലെ അയ്യപ്പൻകാവാണ്. അയ്യപ്പൻകാവിൽ ഉണ്ടായിരിക്കുന്നത് എന്താണ്? അവിടെ 3-ാം സ്ഥാനത്തായിരുന്നു 2015, അതും INL മത്സരിച്ചിട്ട്. ഇത്തവണയും 3-ാം സ്ഥാനത്ത് തന്നെയാണ്. അത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്, സാജിറ പാണംബ്രോൻ എന്ന് പറഞ്ഞുകൊണ്ട്. കഴിഞ്ഞ തവണ ലീഗ് മത്സരിച്ച് ജയിച്ച വാർഡാണ്. എന്നാൽ ഇത്തവണ SDP ആണ് വിജയിച്ചിരിക്കുന്നത്. 5 സ്ഥാനാർത്ഥികൾ കഴിഞ്ഞ മത്സരത്തിലുണ്ട്. ഇത്തവണ അത് 6 സ്ഥാനാർത്ഥികളായിട്ട് മാറിയിട്ടുണ്ട്. ആ 5 സ്ഥാനാർത്ഥികളിൽ കഴിഞ്ഞ തവണ 3-ാം സ്ഥാനത്തായിരുന്ന INL-ൻ്റെ സ്ഥാനത്ത് ഇത്തവണ 3-ാം സ്ഥാനത്ത് സ്വതന്ത്രയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. വോട്ട് കണക്കിലേക്ക് വരുമ്പോൾ 513 വോട്ടുകളാണ് കഴിഞ്ഞ തവണ ലീഗുകാർ അവിടെ നേടിയത്. ഇത്തവണ 651 വോട്ടുകൾ നേടിയിട്ട് അത് SDP-യുടെ വാർഡായിട്ട് മാറുന്നു. ലീഗിന് കഴിഞ്ഞ തവണത്തെക്കാട്ടും 70 വോട്ടുകൾ അധികം കിട്ടിയിട്ടുണ്ട്. ശരി തന്നെയാണ്. CPIM-ന് അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടികൾക്ക് LDF-ന് INL-ൻ്റെ സ്വതന്ത്രമായി മത്സരിച്ചിരിക്കുന്ന ഹാജിറക്ക് കഴിഞ്ഞ തവണ 72 ആണെങ്കിൽ അത് 76 വർദ്ധിപ്പിക്കാനും കഴിഞ്ഞു. പിന്നെ BJP-യുടെ വോട്ടുകൾ, BJP-ക്ക് കഴിഞ്ഞ തവണ കിട്ടിയത് 10 വോട്ടുകളാണ്. അത് ഇത്തവണ 7 ആക്കിയിട്ട് അവർ കുറച്ചിട്ടുണ്ട്. 3 വോട്ടുകളുടെ കുറവുണ്ട് കേട്ടോ. പിന്നീട് അവിടെ മത്സരിച്ചിരിക്കുന്ന ആളുകളിൽ ആരും ഈ വേണ്ട വിധം വോട്ടുകൾ നേടിയിട്ടില്ല. 2 വോട്ടും 1 വോട്ടും ഒക്കെ നേടിയിട്ട ആളുകൾ അവിടെ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2020 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ലീഗ് പറയുന്ന പ്രകാരമാണെങ്കിൽ, കോൺഗ്രസ് പറയുന്ന പ്രകാരമാണെങ്കിൽ LDF ആണ് SDP-യെ വിജയിപ്പിച്ചു എന്ന് പറയാൻ വേണ്ടി മാത്രം കഴിയുന്നത്? കണക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ ലീഗിൻ്റെ സിറ്റിംഗ് വാർഡാണ് SDP-യെ പിടിച്ചെടുത്തിരിക്കുന്നത്. ലീഗിനും വോട്ട് നഷ്ടം ഉണ്ടായിട്ടില്ല, SDP-ക്ക് വോട്ട് നഷ്ടം ഉണ്ടായിട്ടില്ല, ഇടതുപക്ഷത്തിന് വോട്ട് നഷ്ടം ഉണ്ടായിട്ടില്ല. വോട്ട് നഷ്ടം ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അത് BJP-ക്കും മറ്റു സ്വതന്ത്രമായിട്ട് മത്സരിച്ചിരിക്കുന്ന ആളുകൾക്കുമാണ്. അതെങ്ങനെയാണ് ഇതിൻ്റെ കൂട്ടത്തിൽ പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതും മനസ്സിലാവുന്നില്ല. അതാണ് മുഴക്കുന്ന് പഞ്ചായത്തിലെ അയ്യപ്പൻകാവ് വാർഡുമായി ബന്ധപ്പെടുത്തിയിട്ട് പ്രചരിക്കുന്ന സംഭവങ്ങളുടെ വസ്തുത എന്ന് പറയാം. അടുത്തത് അറത്തിലാണ്. അറത്തിൽ പാപ്പനിശ്ശേരി പഞ്ചായത്തിലാണ് എന്നാണ് എൻ്റെ ഓർമ്മ. പാപ്പനിശ്ശേരി പഞ്ചായത്തിലെ അറത്തിൽ അവിടെ 3-ാം സ്ഥാനത്ത് തന്നെയാണ് കഴിഞ്ഞ തവണയും CPIM. ഇത്തവണ INL-ആണ് വാർഡിൽ മത്സരിച്ചത്. CPIM മത്സരിച്ചപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനകത്ത് 183 വോട്ടുകളാണ് കിട്ടിയത്. ഇത്തവണ അത് 204 വർദ്ധിച്ചിട്ടുണ്ട്. പാപ്പനിശ്ശേരി പഞ്ചായത്തിൻ്റെ ഒരു ഭാഗം എന്നുള്ളത് പണ്ട് പോപ്പുലർ ഫ്രണ്ട് ഉണ്ടായ കാലം മുതൽ അല്ലെങ്കിൽ NDF ഉള്ള സമയം മുതൽ ഇതിനൊക്കെ നല്ല വേരോട്ടമുള്ള ഒരു ഭാഗങ്ങളൊക്കെ ഉണ്ട് പാപ്പനിശ്ശേരി പഞ്ചായത്തിനകത്ത്. കഴിഞ്ഞ തവണ 436 വോട്ടുകൾ നേടിയിട്ട് ലീഗ് ജയിച്ച സ്ഥലത്ത് ഇത്തവണ അവർക്ക് കിട്ടിയത് 423 വോട്ടുകളാണ്. അതായത് 13 വോട്ടിൻ്റെ കുറവ്. SDP-ക്കാണെങ്കിൽ 234 വോട്ട് എന്നുള്ളത് 533 വോട്ടായിട്ട് വർദ്ധിക്കുന്നു. ഏകദേശം 300 വോട്ടിനകത്ത് 299 വോട്ടിൻ്റെ വർധനവ്.
ഈ വർധനവ് എങ്ങനെയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്? വെൽഫെയർ പാർട്ടി സ്വന്തം നിലയിൽ മത്സരിച്ചിരിക്കുന്ന സ്ഥലമാണ്. കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോൾ 59 വോട്ടുകളായിരുന്നു, ഇത്തവണ 67 മാറി. അപ്പോൾ CPM അല്ലെങ്കിൽ LDFന് വോട്ട് നഷ്ടമില്ല, വെൽഫെയർ പാർട്ടിക്ക് വോട്ട് നഷ്ടമില്ല. വോട്ട് നഷ്ടം ഉണ്ടായിരിക്കുന്നത് ലീഗിന് മാത്രമാണ്. ആ ലീഗിന് മാത്രം വോട്ട് നഷ്ടം ഉണ്ടായിരിക്കുന്ന സ്ഥലം, അത് ലീഗിൻ്റെ സിറ്റിംഗ് വാർഡ് തന്നെ SDP പിടിച്ചെടുത്തിരിക്കുന്നു. ഇതിലെവിടെയാണ് LDFനുള്ള CPMനോ റോൾ വരുന്നത്? ഇല്ല. പക്ഷെ ഇവിടെയും പഴി CPIMനും LDFനും മാത്രമാണ് എന്നുള്ളതാണ്. അവിടെ തന്നെയുള്ള മറ്റൊരു വാർഡ് ബാപ്പിക്കാൻ തോടിനകത്തും CPIM 3-ാം സ്ഥാനത്താണ് ഇത്തവണ. കഴിഞ്ഞ തവണ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് റഫീഖ് എന്ന് പറയുന്നത്. 227 വോട്ടുകൾ അവിടെ വിജയിച്ചു നേടി. 186 വോട്ടുകളാണ് ഇത്തവണ സോന ബിജു എന്ന് പറയുന്ന CPIM സ്ഥാനാർത്ഥിയായി പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥി കിട്ടിയിരിക്കുന്നത്. ഇവിടെയും ഓർക്കേണ്ടത് മുസ്ലിം ഡൊമിനൻ്റ് ഏരിയ ആണ്. അവിടെ CPM ചിഹ്നത്തിൽ മത്സരിച്ച് 187 വോട്ടുകൾ നേടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അതവിടെ നിൽക്കട്ടെ. കഴിഞ്ഞ തവണ SDP ഉണ്ടായിരുന്ന 538 വോട്ട് എന്നുള്ളത് ഇത്തവണ 542 വോട്ടുകളായിട്ട് വർദ്ധിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. കേവലം 4 വോട്ടിൻ്റെ വർധനവ്. അവർ തന്നെയാണ് കഴിഞ്ഞ തവണയും അവിടെ വിജയിച്ചത്, ഇത്തവണയും വിജയിച്ചിരിക്കുന്നത്. ഇനി ലീഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ലീഗിൻ്റെ ഭാഗമായിട്ടുള്ള 250 വോട്ടുകളാണ്, കോൺഗ്രസിൻ്റെ ഭാഗമായി 250 വോട്ടുകളാണ് കഴിഞ്ഞ തവണ അവിടെ പോൾ ചെയ്യപ്പെട്ടത്. ഇത്തവണ അത് 461 വർദ്ധിച്ചു. 211 വോട്ടിൻ്റെ ലീഡ് കഴിഞ്ഞ തവണത്തെക്കാട്ടും കോൺഗ്രസ്സിന് അവിടെ ആ വാർഡിനകത്ത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞു. ഇനിയാണ് ഈ ചിത്രത്തിലില്ലാത്ത ഒരാളെ പറ്റി പറയാനുള്ളത്. BJP 35 വോട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനകത്ത് അവിടെ നേടിയിരിക്കുന്ന പാർട്ടിയാണ്. എന്നാൽ ഇത്തവണ BJP ആ രീതിയിൽ അവിടെ ഒരു മത്സരത്തിന് ഇറങ്ങിയില്ല. അതായത് ലീഗിന്, കോൺഗ്രസ്സിന്, SDPIക്ക്, വെൽഫെയർ പാർട്ടിക്ക് തുടങ്ങി എല്ലാ പാർട്ടികൾക്കും നല്ല സ്വാധീനമുള്ളൊരു സ്ഥലത്ത്, എല്ലാ പാർട്ടിക്കും വോട്ടും ആളുകളും ഉള്ളൊരു സ്ഥലത്ത് BJP സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല. കഴിഞ്ഞ തവണ BJPയുടെ ഭാഗമായിട്ടായിരുന്ന 35 വോട്ടുകൾ ഇത്തവണ ആർക്കാണ് പോയത്? അത് പരിശോധിക്കപ്പെടേണ്ടതല്ലേ? അവിടെയും എന്നിട്ട് പഴി CPIMനും LDFനും തന്നെയാണ്. ഇതാണ് പാപ്പിനിശ്ശേരി പഞ്ചായത്തിലെ ബാപ്പിക്കാൻ തോട് വാർഡുമായി ബന്ധപ്പെടുത്തി പറയാനുള്ളത്. ഇനി മുഴപ്പിലങ്ങാട് പഞ്ചായത്തിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിൽ തന്നെ ആകെ കൂടി ചർച്ച ചെയ്യപ്പെട്ട ഒരു സ്ഥലമാണ്. മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലെ മുഴപ്പിലങ്ങാട് പഞ്ചായത്തിൽ SDP 4 സീറ്റിൽ വിജയിച്ചിട്ടുണ്ട്. അത് LDFൻ്റെ തന്നെ തിരിച്ചടിയാണ്, LDFന് വലിയ പ്രശ്നമാണ്. CPIMൻ്റെ SDP അനുകൂല നിലപാട് കൊണ്ടാണ് അങ്ങനെ വിജയിച്ചിരിക്കുന്നത് തുടങ്ങി ചില വാദങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ പാച്ചാക്കര വാർഡിനകത്ത് 1-ാം വാർഡാണ് പാച്ചാക്കര എന്ന് പറയുന്നത്. അതിൽ ഹമീദ് മാസ്റ്റർ എന്ന് പറയുന്ന SDP ലീഗ് സ്ഥാനാർത്ഥിയാണ് 546 വോട്ടുകൾ നേടി 2015 വിജയിക്കുന്നത്. ആ ലീഗിന് ഇത്തവണ കിട്ടിയത് 585 വോട്ടുകളാണ്. കഴിഞ്ഞ തവണത്തെക്കാട് 39 വോട്ടുകൾ അധികമായിട്ടുണ്ട്. SDPIക്ക് 411 വോട്ടിൽ നിന്ന് ഇത്തവണ അത് 636 വോട്ടുകളായിട്ടുണ്ട്. റജീന ടീച്ചർ എന്ന് പറയുന്ന യുവതിയാണ് ഇവിടെ വാർഡിനകത്ത് വിജയിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയാം. പിന്നെ ഒഴിവാക്കാൻ വേണ്ടി പറ്റാത്ത ഒരു ഘടകമുണ്ട്. വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ WPI. അവർക്ക് 15ലെ തെരഞ്ഞെടുപ്പിൽ 54 വോട്ടുകൾ കിട്ടിയിരുന്ന ഇടമാണ്. ഇവിടെ ആ 54 വോട്ടുകൾ കൂട്ടി ചേർത്ത് കഴിഞ്ഞാൽ ലീഗിന് കിട്ടേണ്ടിയിരുന്ന വോട്ടുകൾ 546-ഉം കഴിഞ്ഞ തവണ അവർ പിടിച്ച 54 വോട്ടും 600 വോട്ടുകൾ പോൾ ചെയ്യപ്പെടേണ്ട സ്ഥലമായിരുന്നു പാച്ചാക്കരയിലെ UDF സ്ഥാനാർത്ഥി. അവർക്ക് കിട്ടിയത് 585 വോട്ടുകളാണ്. സ്വാഭാവികമായിട്ടും ഒരു 10-20 വോട്ടുകൾ ഇവിടെ പോയിട്ടുണ്ട്, SDPIക്ക് വേണ്ടിയിട്ട് പോയിട്ടുണ്ട് കഴിഞ്ഞതിനേക്കാൾ. ഇനി CPIMൻ്റെ കാര്യമെടുക്കാം. CPIMൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ തവണ അവിടെ മത്സരിച്ചത് കുനിയിൽ രഞ്ജിത്ത് എന്ന് പറയുന്ന വ്യക്തിയാണ്. 184 വോട്ടുകളാണ് അദ്ദേഹം 1-ാം വാർഡിനകത്ത് കഴിഞ്ഞ 2015 തെരഞ്ഞെടുപ്പിൽ നേടിയത്. 2020 ആകുമ്പോഴേക്കും അതിൽ ഗണ്യമായിട്ടുള്ള വ്യത്യാസം വന്നിട്ടില്ല. 178 വോട്ടുകൾ, 6 വോട്ടുകളുടെ ചെറിയൊരു കുറവ് മാത്രം. വെൽഫെയർ പാർട്ടിയുടെ വോട്ടിൻ്റെ കാര്യമുണ്ട്. ഇനി ഇതെല്ലാം അവിടെ നിൽക്കുമ്പോൾ തന്നെ BJPക്ക് അത്യാവശ്യം സ്വാധീനമുള്ള വാർഡുകളിലൊന്നുകൂടിയാണിത്. ഇവിടെ BJP എന്തുകൊണ്ട് സ്ഥാനാർത്ഥികളെ നിർത്തിയില്ല? ഇത്തവണ മത്സരിക്കുന്നത് SDPIയും ലീഗും CPIMും മാത്രമാണ്. കഴിഞ്ഞ തവണ മത്സരിപ്പിച്ച
മത്സരിച്ച വെൽഫെയർ പാർട്ടി ചിത്രത്തിലില്ല. അതോടൊപ്പം തന്നെ BJP ആ പ്രദേശത്ത് നല്ല സ്വാധീനമുള്ള BJP മത്സരിച്ചിട്ടുമില്ല. അപ്പോൾ BJPയുടെ വോട്ടുകൾ എവിടത്തേക്ക് പോയി? വെൽഫെയർ പാർട്ടിയുടെ വോട്ടുകൾ എവിടത്തേക്ക് പോയി? ഇത് രണ്ടും പരിശോധിക്കപ്പെടേണ്ടതല്ലേ? ഇവിടെയും UDF വിജയിച്ച വാർഡിനകത്താണ് SDPI വിജയിച്ച് വന്നിട്ടുള്ളത്. ഇതിൽ CPIMൻ്റെ 6 വോട്ടിന് വലിയൊരു സാധ്യതയൊന്നും അവിടെയില്ല. ഇപ്പോഴും ആ വാർഡിനകത്ത് വിജയിച്ചിരിക്കുന്നത് 51 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ്. CPIMൻ്റെ 6 വോട്ടിൻ്റെ മാത്രം ദാക്ഷിണ്യത്തിലല്ല SDPI വിജയിച്ചിരിക്കുന്നത് എന്ന് ചുരുക്കം. അപ്പോൾ ഇതിന് പുറകിലും CPIMനെ പഴിക്കുന്നതിൽ വലിയ അർത്ഥമില്ല എന്നാണ്. ഇനി മറ്റൊരു വാർഡ് മലക്കുതാഴെ, മുഴപ്പിലങ്ങാട് പഞ്ചായത്തിലെ തന്നെ 2ാം വാർഡാണ്. അവിടെ സംഭവിച്ചത് എന്താണ്? അവിടെയാണ് CPIMൽ നിന്നും സിറ്റിംഗ് വാർഡ് SDPI പിടിച്ചെടുക്കുന്നത്. അപ്പോൾ അത് വലിയൊരു പ്രശ്നം തന്നെയാണല്ലേ. CPIMൻ്റെ ഒരു വാർഡ് SDPI പിടിച്ചെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ആരും അത്ഭുതപ്പെട്ടു പോകും. ഇനി ഇതിൻ്റെ പുറകിലുള്ള ചരിത്രം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാലോ, 2015 ആദ്യമായിട്ടാണ് ആ സിറ്റിംഗ് ആ വാർഡിനകത്ത് സിന്ധു എന്ന് പറയുന്ന 2015 മത്സരിക്കുമ്പോൾ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന വ്യക്തി കുമാരി K. സിന്ധു അവിടെ വിജയിച്ചു വന്നത്. അതിൻ്റെ കാരണം എന്താണ്? 2010-15 ഭരണസമിതിയുടെ കാലത്ത് പ്രസിഡൻ്റായിരുന്ന സിന്ധുവാണ് 2ാം വാർഡിനകത്തുള്ള കാര്യങ്ങളിൽ ഇടപെട്ട് നാട്ടുകാർക്ക്, ആ വാർഡുകാർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നിറവേറ്റി കൊടുത്തത്. അതിനുള്ള കാരണം എന്താണെന്നറിയോ? 10-15 ഭരണസമിതിയുടെ കാലത്ത് അവിടെ വിജയിച്ചു വന്ന മെമ്പർ എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ മെമ്പറാണ്. അദ്ദേഹം മുഴുവൻ സമയം ഒരു മദ്യപാനിയായിരുന്നൊരു വ്യക്തി. വാർഡിൻ്റെ ഒരു കാര്യങ്ങളും തിരിഞ്ഞു നോക്കാറില്ല. ജനങ്ങളുടെ ഏതെങ്കിലും ഒരു ആവശ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, അവർക്ക് ആനുകൂല്യം നേടിയെടുക്കാൻ എന്തെങ്കിലും വിഷയം കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് ഇടപെടാതെ മാറി നിന്നൊരു വ്യക്തി അദ്ദേഹമാണ് 2015 മലക്കുതാഴെ 2010-15 കാലഘട്ടത്തിൽ മലക്കുതാഴെ വാർഡിലെ മെമ്പറായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സിന്ധു കൂടി ഇടപെടുന്നു. സിന്ധു ഇടപെട്ടിട്ടാണ് ആ വാർഡിനകത്തുള്ള പല കാര്യങ്ങളും നിറവേറ്റിപ്പോയത്. 2015 സിന്ധുവിനെ CPIM മത്സരിപ്പിക്കുന്നു. മത്സരിച്ച് സിന്ധു വിജയിക്കുന്നു. അത് 309 വോട്ടുകളാണ് സിന്ധു നേടിയത്. 296 വോട്ടുകളാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മത്സരിച്ച മഞ്ജുള നേടിയത്. അപ്പോൾ മഞ്ജുളയിൽ നിന്ന് സിന്ധുവിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന വോട്ടുകളുടെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9-4 13 വോട്ടുകളാണ്. കേവലം 13 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മാത്രം സിന്ധു ജയിച്ചൊരു സ്ഥലമാണത്. ഇനി ഇത്തവണത്തെ കാര്യത്തിലേക്ക് പോകുമ്പോൾ BJPക്ക് 151 വോട്ടുകൾ 2015 അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി ഇതിനകത്ത് കാണും. ജൂജി ദേവിദാസ് എന്ന് പറയുന്ന സ്ത്രീയാണ് അവിടെ മത്സരിച്ചത്. അവരിപ്പോൾ മഹിളാ മോർച്ചയുടെ ജില്ലാ നേതാവൊക്കെയാണ്. എന്നിട്ടും അവിടെ സ്വതന്ത്രയായിട്ടാണ് കഴിഞ്ഞ തവണ മത്സരിച്ചത് എന്നുള്ളത് ഓർമ്മയിൽ വെക്കുക. 2020 വരുമ്പോൾ ഇത്തവണ വിജയിച്ചിരിക്കുന്നത് SDPI സ്ഥാനാർത്ഥിയാണ് മഹാദേവൻ 355 വോട്ടുകൾക്ക്. അഫ്സർ മാസ്റ്റർ 355 വോട്ടുകൾക്കാണ് വിജയിച്ചിരിക്കുന്നത്. പിന്നെ മഹാദേവൻ എന്ന് പറയുന്നതാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി. 298 വോട്ടുകളാണ് നേടിയിരിക്കുന്നത്. മഞ്ജുളയ്ക്ക് 296 ആയിരുന്നു. 2 വോട്ട് അധികം ആർക്ക് കിട്ടിയിട്ടുണ്ട്? മഹാദേവന് കിട്ടുകയും ചെയ്തു. 3ാം സ്ഥാനത്ത് CPIM ആണ്, 211 വോട്ടുകൾ. ആ 211 വോട്ടുകൾക്കകത്ത് കഴിഞ്ഞ തവണത്തിൽ നോക്കുമ്പോൾ 102 വോട്ടുകളുടെ കുറവ് അവിടെ ഉണ്ടായിട്ടുണ്ട്. ശരി തന്നെയാണ്. ഇനിയാണ് അടുത്തൊരു കാര്യത്തിലേക്ക് കൂടി നമുക്ക് പോകേണ്ടത്. 151 വോട്ടുകൾ നേടിയിട്ടുള്ള കഴിഞ്ഞ വർഷത്തെ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന് പറയുന്ന വ്യക്തി ഇത്തവണ അവിടെ നേടിയിരിക്കുന്നത് 43 വോട്ടുകളാണ്. 108 വോട്ടുകളുടെ വ്യത്യാസം. അപ്പോൾ BJP വോട്ടുകൾ എവിടെ പോയി എന്നുള്ള ചോദ്യം എന്താണ് ആരും ചോദിക്കാത്തത്? BJP വോട്ടുകൾ SDPIക്ക് വേണ്ടിയിട്ട് പോയില്ലേ? അവിടെയും ഈ തോൽവിക്ക് കാരണം CPIM ആണോ? CPIM ആദ്യമായിട്ട് വിജയിക്കുന്നത് 2015 മാത്രമാണ്, 2ാം വാർഡായ മലക്കുതാഴയിൽ. 2020 അവിടെ വിജയിക്കുമെന്നുള്ളതിന് CPIMന് യാതൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള ശ്രീ M. രാധാകൃഷ്ണൻ അവിടെ മത്സരിക്കുക തന്നെ ചെയ്തത്. എന്നിട്ടും 211 വോട്ടുകൾ അവരുടെ അദ്ദേഹം പിടിച്ചെടുത്തു. ഇനി സംശയമുള്ളവർക്ക് 2010 കണക്കുകൾ വേണമെങ്കിൽ എടുക്കാം, 2005 കണക്കുകൾ വേണമെങ്കിൽ എടുക്കാം. ആ സമയത്തെല്ലാം അവിടെ വിജയിച്ചു വന്നത് UDF മാത്രമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വസ്തുത. അപ്പോൾ ഇങ്ങനെയാണ്. ഇത് വെച്ചിട്ടാണ് കണ്ണൂർ ജില്ലയിൽ SDPI വിജയിക്കുന്ന സ്ഥലങ്ങളിൽ CPIM അല്ലെങ്കിൽ ഇടതുപക്ഷം 3ാം സ്ഥാനത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാദങ്ങളുമായിട്ട് വാട്സപ്പ് യൂണിവേഴ്സിറ്റി മെസ്സേജുകൾ ഇങ്ങനെ പാറി നടക്കുന്നത്. ഇതിന് പുറകിൽ എങ്ങനെയാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ എടുത്ത് മനസ്സിലാക്കുക എന്ന് ആളുകൾ അറിയാത്തതിനാലോ അല്ലെങ്കിൽ ഇതിൻ്റെ വിശദാംശങ്ങൾ എടുത്തു പോകാൻ ആളുകൾക്ക് സമയമില്ലാത്തതിനാലോ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്.
ആ സാധ്യതകളെ പരമാവധി ഉപയോഗപ്പെടുത്തുകയാണ് UDF കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ BJP കേന്ദ്രങ്ങൾ എന്ന് തന്നെ പറയാം. ഞാനിപ്പോൾ 9 വാർഡുകളുടെയോ 9 10 വാർഡുകളുടെ കാര്യങ്ങളോട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ 10 വാർഡുകളുടെയും സവിശേഷതയും അവിടെ വന്നിരിക്കുന്ന വോട്ട് വ്യത്യാസവും അതിനകത്ത് ഓരോ സ്ഥാനാർത്ഥികളും വിജയിച്ചു വരാനുണ്ടായ സാഹചര്യവും വോട്ട് വ്യത്യാസവും എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങൾ വിലയിരുത്തുക, ഇതിനകത്ത് ഏത് വാർഡിനകത്താണ് SDP സ്ഥാനാർത്ഥി വിജയിച്ചു വരാനുള്ള ഏതെങ്കിലും രീതിയിലുള്ള സഹായം പ്രത്യക്ഷത്തിൽ CPIMോ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളോ ചെയ്തു കൊടുത്തു എന്ന് പറയാൻ വേണ്ടി കഴിയുന്നത്? ഒരിക്കലുമില്ല. ഇനി ഇതിനോടൊപ്പം ചേർത്ത് കൊണ്ട് ഒറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. മുഴപ്പിലങ്ങാട് പഞ്ചായത്തിനകത്ത് 15 വാർഡുകളാണ്. 6 വാർഡിൽ LDF ജയിക്കുന്നു, 5 വാർഡിൽ UDF ജയിക്കുന്നു, 4 വാർഡിൽ SDP ജയിച്ചിരിക്കുന്നു. ആ ഒരു ക്രമത്തിലാണ്. ഇവിടെ എന്തു തന്നെയാലും LDF ഭരണം ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള സാധ്യത തുലവും തുച്ഛമാണ്. വേണമെങ്കിൽ 1% സാധ്യത എന്ന് വേണമെങ്കിൽ പറയാം. 99% സാധ്യത UDFനാണ്. കാരണം SDPയുടെ 4 മെമ്പർമാർ UDFനെ പിന്തുണക്കും. പ്രസിഡന്റും വൈസ് പ്രസിഡന്റും എല്ലാമായിട്ട് UDFകാർ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരോ ലീഗുകാരോ ആയിട്ടുള്ള ആളുകൾ ഇവിടെ ഭരണത്തിലേക്ക് വരും. ഇതിനെ വേണ്ടതെന്ന് പറയാനുള്ള ആർജവം UDF കാണിക്കുമോ? SDP പിന്തുണയിൽ ഒരു പഞ്ചായത്ത് ഭരിക്കില്ല എന്ന് പറയാനുള്ള ആർജവം UDFൻ്റെ ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ IUMLൻ്റെ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരു നേതാവ് പറയുമോ? അങ്ങനെ ചോദ്യങ്ങൾ ഇതിൻ്റെ പിറകിൽ അനവധിയായിട്ട് നിൽക്കുന്നുമുണ്ട്. അതുകൊണ്ട് പറയാനുള്ളത് CPIMൻ്റെയോ ഇടതുപക്ഷത്തിൻ്റെയോ വോട്ടുകൾ കൊണ്ടല്ല ഈ പറയുന്ന സ്ഥലങ്ങളിൽ എവിടെയും SDP ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നത്. വിജയിച്ച പല മണ്ഡലങ്ങളും പിടിച്ചെടുത്തിരിക്കുന്നത് ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയുമാണ്. CPIMൻ്റേത് എന്ന് പറയാനുള്ള ഏക മണ്ഡലം അല്ലെങ്കിൽ ഏക വാർഡ് എന്നുള്ളത് മുഴപ്പിലങ്ങാട് പഞ്ചായത്തിലെ 2ാം വാർഡ് എന്ന് പറയുന്ന വാർഡ് മാത്രമാണ്. മലക്ക് താഴെ വാർഡ്, ഏറ്റവും ഞാൻ അവസാനം പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് വസ്തുതകൾ. അപ്പോൾ ഇത് മനസ്സിലാക്കുക. ഇനിയെങ്കിലും വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ വരുന്ന ഫോർവേഡ് മെസ്സേജുകൾ കണ്ട് LDFനെയും CPIMനെയും കുറ്റപ്പെടുത്താനും അതിനെ വിചാരണ ചെയ്യാനും പോകുന്ന ആളുകളുണ്ട് എങ്കിൽ അതിൻ്റെ പുറകിലുള്ള കാര്യം യഥാർത്ഥമാണോ എന്നുള്ളത് കൂടി അന്വേഷിച്ചുകൊണ്ട് മാത്രം അതിന് പുറകെ പോകുക എന്നുള്ളത് മാത്രമേ ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയിൽ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ബന്ധപ്പെടുത്തിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ കുറിക്കുക. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ബൈ.